ടെക് ട്രാവലിറ്റ് ഇപ്പോൾ ഉള്ളത് UK പാർലമെന്റിലാണ്. UK പാർലമെന്റ് ബിൽഡിംഗ് ആണ് ഇവിടെ കാണുന്നത്. ആ പാർലമെന്റ് ബിൽഡിങ്ങിന്റെ സൈഡിലുള്ള തേംസ് നദിയുടെ തീരത്തുള്ള അതിന്റെ ടെറസിൽ ആണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്ത്യയിൽ നിന്നും UK വന്നിട്ട് ഇവിടുത്തെ പാർലമെന്റിൽ നമ്മളെ ക്ഷണിക്കപ്പെട്ട് നമ്മളിവിടെ എത്തിയാണ്. നമ്മൾ ഒരു വ്ളോഗ് ചെയ്യുകയാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ധന്യ മുഹൂർത്തത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പോൾ UK പാർലമെന്റ്, അതായത് ഒന്ന് ആലോചിക്കുക, നമ്മുടെ ഡൽഹിയിൽ പോയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇരിക്കുന്ന ആ സ്ഥലത്ത് പോയി വ്ളോഗ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ആലോചിക്കുക. അതേപോലെ തന്നെ ബോറിസ് ജോൺസന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യുകയാണ്. ഒരു UK വ്ളോഗിലേക്ക്, പാർലമെന്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ UK പാർലമെന്റിന്റെ ബിൽഡിങ്ങിന്റെ പുറത്താണുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നിതിൻ ആൻഡ് മാർട്ടിൻ ഡേ, റൈറ്റ്? Martin Day എന്നാണ് അദ്ദേഹത്തെ പേര്. That's a different name. Day, DAY. And okay, he's actually സ്കോട്ട്ലൻഡിൽ ഏതാണ്? Linlithgow and East Falkirk. ഞാൻ കുറെ നോക്കി, എനിക്കത് വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആ ഒരു സ്ഥലത്തെ MP ആണ്. ആൻഡ് സോ ഹാപ്പി ദാറ്റ് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ പാർലമെൻറ്റിലേക്ക് വരാനും നമുക്ക് ഇതിനകത്തേക്ക് കയറാനും ഒരു എന്താ പറയുക അവസരം കിട്ടിയതിൽ നല്ലൊരു സന്തോഷമുണ്ട്. സോ ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് ദിസ് ഈസ് നിതിൻ. നിതിൻ മാർട്ടിൻ്റെ വൈഫാണ്. ആൻഡ് നാട്ടിലെവിടെയാ? അതാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. അതെവിടെയാ? പിറവത്തിനടുത്താണ്. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് അകത്ത് പോയി. ഒലിവർ ക്രോംബെൽ 1599-1658. അപ്പോൾ ഇവിടെ മുമ്പിൽ തന്നെ ബ്രോ, ഞാനിത് UK പാർലമെന്റിനകത്ത് തന്നെയാണോ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നടക്കുന്നത്? എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ കുറേ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് വന്നത്. നമുക്കിവിടെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം വീഡിയോ എടുക്കാനായിട്ട് പെർമിഷൻ ഉണ്ട്. നമ്മൾ വീണ്ടും ഒരു സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. നമുക്കൊരു ടാഗൊക്കെ തന്നു കഴുത്തിലിടാനുള്ളത്. ഇത് ഇവിടുത്തെ ഇത് എന്താ എൻ്റെ പേര്? വാട്ട്സ് ദി നെയിം ഓഫ് ദിസ് tower? Big Ben. Also known as the Elizabeth Tower. Better known as Big Ben. ഓക്കെ, ബിഗ് ബെൻ എന്ന് അറിയപ്പെടുന്ന ഒരു ക്ലോക്ക് ടവറാണ് ഈ കാണുന്നത്. ഇത് ഈ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുമ്പിൽ തന്നെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തോ ഒരു രജിസ്ട്രേഷൻ വർക്ക് പോലെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു സംഭവം കാണുന്നത്. നമുക്കിത് ഇത് ഉണ്ടല്ലോ, ഈ സാധനമൊക്കെ കിട്ടി കേട്ടോ, ഇതിനകത്തേക്ക് കയറാനായിട്ട് വിസിറ്റർ. പിന്നെ കുറേ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇതിൻ്റെ പാർലമെൻറ്റിനകത്തെ വെസ്റ്റ്മിനിസ്റ്റർ ഹാളിലാണ് വന്നിരിക്കുന്നത്. ധാരാളം ഇവൻറ്റുകളൊക്കെ നടക്കുന്ന ഒരു ഹാളാണ് ഇത്. ശരിക്കും can you tell something about this hall? Yeah, this is the oldest part of the UK Parliament. Okay. It's about roughly 1,000 years old. Okay. And it has one of the oldest hammer beam ceilings in Europe. Okay. So it's architecturally significant for a whole range of reasons there. Okay. Oldest hammer beam ceilings. മരം കൊണ്ടാണ് ഇതിന്റെ എല്ലാ പണിയും ചെയ്തിരിക്കുന്നത്. നെയിൽസ് ഒന്നുമില്ല. ഈ തടിപ്പണി, അതായത് ഇതിന്റെ എല്ലാം അടിച്ചടിച്ച് പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ പറയില്ലേ, തടി കൊണ്ട് മാത്രം ഈ ഇത് നമ്മൾ വിചാരിക്കുന്നല്ലോ കേട്ടോ. ഇതൊരു വല്ലാത്ത ഒരു ഭയങ്കര വർഷം എന്നൊക്കെ പറയുന്നത്. എനിക്ക് അതിന്റെ ഒരു ഭംഗിയൊന്നും എനിക്ക് ക്യാമറക്കകത്ത് എടുക്കാനൊന്നും പറ്റുന്നില്ല. പൊന്നെ, ഇത് നിങ്ങൾക്ക് ഇതിനകത്തെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തരാൻ കാണിക്കുന്നില്ല. അതായത് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് തന്നെ നോർമലി ഈ കാണുന്നൊരു ഹൈറ്റ് എന്ന് പറയുന്ന ഒരു 2 നില കെട്ടിടത്തിന് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു 2 നില കെട്ടിടം. ഇത് ശരിക്കും ഇവിടെ ടൂർ കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലേ പാർലമെന്റിലേക്ക്? അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ വന്ന് കാണാം. അപ്പോൾ അത് കോമൺ പബ്ലിക്കിന് എപ്പോൾ വേണേലും വരാം, അങ്ങനെയാണോ? പെയ്ഡ് ആണ്. ഇപ്പം നമ്മൾ ഗസ്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ I don't know the amount. I think you have to book it online and come, right? Book it online and come. Yeah. Okay. Or else like if it is MP's guest or Lord's guest. Okay. They can take you for tour, private tours. Okay, like this. Like how we came now. Okay, മനസ്സിലായി. You don't have to pay for that. മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്താ പരിപാടി? ഇനി നമുക്ക് നമ്മുടെ ബോറിസ് ജോൺസനെ കാണാം. ബോറിസ് ഉണ്ടോ? പുള്ളിയുണ്ടോ അവിടെ? Is Boris Johnson here? They would like to see Boris Johnson. I wanted to take a selfie with him. He was here earlier. You might have to satisfy with Martin Day for time being. Yeah, that's fine. No problem. No problem. You will convey the അതെ. സുജിത്തിനെ ഗസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന റൂമിലേക്ക് പോവാണ് നമ്മൾ. W1 ലേക്ക്. ആയിക്കോട്ടെ.
So we will take you there. Sure. And then we will do the rest of the Thank you. Yeah, we'll go. അതെ, ഇതിന്റെ താഴെ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പല് ഒരു 700 years ഓൾഡിലുള്ള ചാപ്പലാണ്. ആണോ? അത് സാധാരണ ആൾക്കാർ വരുമ്പോൾ എനിക്ക് അവിടെ പോകാറുണ്ടോ എന്ന് അറിയാറില്ല, ഞാൻ കാണാറില്ല. പക്ഷെ നമ്മൾ പ്രൈവറ്റ് ടൂർ കൊടുക്കുമ്പോൾ പോകാറുണ്ട്. നമുക്ക് അടുത്ത ശരിക്കും എനിക്കിത് കാണുമ്പോൾ ആക്ച്വലി തോന്നുന്നത് എന്താ അറിയോ, നമ്മുടെ നാട്ടിലെയൊക്കെ പഴയ പള്ളികളില്ലേ, ചേർച്ചസ്, ആ ചർച്ചസിൽ ഇതേപോലൊരു ഡിസൈനാണ് നമുക്ക് കാണുന്നത്. ആ ചർച്ചിലെ അൾത്താര പോലെയുള്ള ഒരു പ്രദേശമാണ് അവിടെ മുമ്പിൽ കാണുന്നത്. ഇത് സ്ട്രെയിറ്റ് പോകൂലേ, സ്ട്രെയിറ്റ് പോയിട്ട് അകത്തേക്ക് കയറുന്നത് ഇവിടുത്തെ ചാപ്പലായിരുന്നു, ഈ പാലസിന്റെ ചാപ്പലായിരുന്നു. സെയിന്റ് പോൾസ് ചാപ്പൽ ഓർ സെയിന്റ് പോൾസ് ചർച്ച്? സെന്റ് സ്റ്റീഫൻസ്. അപ്പൊ ഇവിടുത്തെ ഈ പാർലമെന്റ് മന്ദിരമൊക്കെ എവിടെയാ? ഈ മറ്റേ ഹാള്, സഭ കൂടുന്ന സ്ഥലമൊക്കെ ഇല്ല, അതൊക്കെ എവിടെയാ? നമ്മൾ അങ്ങോട്ട് പോകണുള്ളൂ. പോകാൻ പറ്റൂലേ? പറ്റുമോ? നമുക്ക് പോയി നോക്കാം. ഓക്കെ, ഇവിടെ വേറെ സംഭവം ഉണ്ട്. ഷെയർ യുവർ സെൽഫി ഫോർ എ ചാൻസ് ടു ഫീച്ചർ ഓൺ അവർ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് #വിസിറ്റ് പാർലമെന്റ്. അതായത് പാർലമെന്റ് വിസിറ്റ് പോലും ഇവർ എൻ്റർടൈൻ ചെയ്തിട്ട് ഒരു ടൂറിസം സാധ്യത അല്ലെ ആളുകളെ പാർലമെന്റിലേക്ക് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ് ഓരോ സ്ഥലങ്ങൾ. എവിടെ എവിടെ? ഹൗസ് ഓഫ് കോമൺസ്, അതായത് ലോകസഭയിലെ MP-മാര് പച്ച ഇതിന്, അതുകൊണ്ട് പച്ച കളറായിരിക്കും അതിന്. ഓ ശരി. അവരിയ്ക്കുന്ന അതാണ്, അതുപോലെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫീൽ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കസേരയിലാണ് ഇവർ അകത്തിരിക്കുന്നത് അല്ലേ? And why this green color? Anything specific with that? It's been from when the building was the original part was destroyed by fire, and they were rebuilt the building, and they designated green for the Commons area and red for the Lords. Oh, okay. And there's a third color, blue for the Royals. So at the back of the Lords area, that's the Royal area, that's okay. blue. And end wildlife trade. Okay. And yours is UN climate change conference. What is this end wildlife trade? So you want to stop it? Yeah. ശരി, കൊള്ളാലോ. ആ മുഖം ഒന്ന് കാണിക്കുമോ? മുഖം ഇതുവരെ കണ്ടില്ലല്ലോ. Can I see your face as well? അയ്യോ, yeah, good. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇവിടേക്ക് നമ്മൾ പോവാണ്. പ്രൈവറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്താ സംഭവം? പ്രൈവറ്റ് ഓതറൈസ്ഡ് എൻട്രി ഓൺലി. ഈ ഡോറൊക്കെ കണ്ടില്ലേ? ഓട്ടോമാറ്റിക് ഫയർ ഡോർ, കീപ് ക്ലിയർ. ആഹാ, നല്ല ചൂടില്ലേ ഇതിനകത്ത് വന്നപ്പോൾ? സുഖമായല്ലോ. W റൂംസ് ടുഡേ. ഇതെന്താണ് സംഭവം? ഇത് ലൈറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കത്തി വരുന്നു. എൻ്റെ ദൈവമേ, മറ്റൊരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലാണോ ഞാൻ? എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യാട്ടാ. ഈ വീഡിയോ എടുത്ത് നടക്കുന്നത് ഞാൻ തന്നെയാണോ? എന്നെ ഒന്ന് നുള്ളാമോ? അടിക്കണ്ടായിരുന്നു, നുള്ളിയാൽ മതിയായിരുന്നു. അടിപൊളി, തകർത്തു. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് UK പാർലമെന്റ് മന്ദിരത്തിലാണ്. എൻ്റെ ഒപ്പം ഉള്ളത് നമ്മുടെ ഇവിടുത്തെ സ്കോട്ട്ലൻഡിലെ ലിങ്ലിത്ഗോ ആണോ? അല്ല, ഞാൻ പഠിച്ചു. ലിങ്ലിത്ഗോ എന്ന് പറഞ്ഞ സ്ഥലത്തെ MP ആണ്, മെമ്പർ ഓഫ് പാർലമെന്റ്. അദ്ദേഹത്തിന്റെ പേര് മാർട്ടിൻ ഡേ എന്നാണ്. സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയുടെ ലിങ്ലിത്ഗോ എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ഇവിടെ എന്താ മണ്ഡലം എന്നാണോ പറയുന്നത്? എന്താ പറയുന്നത്? മണ്ഡലം തന്നെയല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ. ആ മണ്ഡലത്തിൽ നിന്നും ഏകദേശം 12,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ഒരു വ്യക്തി അല്ലേ? Am I right? Around 12,000 was your majority, right? Yeah. Am I right? Yes, Wikipedia. Yes. ഞാൻ എങ്ങനെ ഇവരോട് ചോദിക്കാൻ പാടില്ല. ഞാൻ വിക്കിപീഡിയ ഞാൻ പഠിച്ചു. ജയിച്ച് ഇപ്പം 3ാമത്തെ തവണ MP ആയിട്ട് അദ്ദേഹം ഇവിടെ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് മിസ്റ്റർ മാർട്ടിൻ്റെ ഇൻവൈറ്റ് സ്വീകരിച്ചുകൊണ്ടാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഹോണർ ഫോർ മീ ടു കം ഹിയർ. ഇത് നിതിൻ എന്നാണ് പേര്. നിതിൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നോർമലി ആണുങ്ങൾക്കാണ് നിതിൻ എന്ന് പറഞ്ഞ പേരുണ്ട്. എനിക്ക് നിതിൻ എന്ന് പറഞ്ഞ പേരിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നിതിൻ മാർട്ടിൻ ചേട്ടൻ എന്ന് പറയാമല്ലോ അല്ലേ? മാർട്ടിൻ ചേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ അതെങ്ങനെയായിരുന്നു? അത് പാർലമെന്റിൽ വെച്ചിട്ടോ? ഒരു പാർലമെന്റ് പ്രണയം അല്ലേ ബ്രോ? പാർലമെന്റ് പ്രണയം അതെങ്ങനെയായിരുന്നു സംഭവം? ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത്. So you are an activist? I was a victim as well for that campaign. Oh, okay. So I was campaigning on behalf of almost 500,000 students and for myself as well. Okay, what was that? TOEIC, you all might know, it's an English test. You know, students were arrested, deported many times, or their visas were a very complex saga. Very complex. It's a scandal. A number of people cheated on an English test, and the government response was to penalise almost everybody that sat the test, irrespective of whether they cheated or not. So very, very messy. So when was that? Long back? I met Martin
2016 February. Correct date ഒരു ഓർമ്മയുണ്ട്. 26. Because that is my part of my campaign. Yeah. That's more important now. ഓക്കെ, അതെല്ലാം കൊള്ളാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടി ആൻഡ് ദെൻ പിന്നെ അത് പ്രണയത്തിലേക്ക് മാറി. എങ്ങനെയായിരുന്നു? അത്ര നാളൊന്നും മ്യൂസിക് കൊടുക്കട്ടെ, മ്യൂസിക് കൊടുക്കട്ടെ. Soon Martyn took the decision. Who proposed first? There was no proposal. No proposal at all. Just Martyn took me to his house and he introduced me to his parents, and that's it. And then I was with them most of the time. So what was the impression you were like? What was the first impression? Like what Low was the maintenance, maybe. Yeah. What? Low maintenance, maybe. You know. Yeah. I'm just joking. Nidhin fasts every Monday, so it's a really cheap date. Well, like തിങ്കളാഴ്ച ഉള്ളത് എടുക്കൂല. അപ്പം പുള്ളി തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് എന്നെ മിക്കവാറും ഡേറ്റിന് പുറത്തു കൊണ്ടുപോകുക. ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ടല്ലോ, ചായ മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ. So I always tease him that it's low maintenance. That's the reason, like, you know. ഇവർ ആക്ച്വലി താമസിക്കുന്നത് സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡില് എഡിൻബ്ര നഗരത്തിനടുത്തായിട്ടാണ് ഈ ലിങ്ലിത്കോ എന്ന് പറയുന്ന സ്ഥലം, അല്ലേ? അപ്പം നിങ്ങള് മാർട്ടിൻ, you born and brought up there, right? I was born in the hospital in Falkirk, which is a town about 7-8 miles from Linlithgow, and I was brought up all my life in Linlithgow. Now, I make that point because there's an interesting curio of history. If you're born in Linlithgow, irrespective of your male, female, whatever your background is, you get called as being a black bitch. Okay. And this is a story from the medieval times. Okay. It's very topical in the news just now because there's an attempt to change the name of the local pub. Okay, so how you started your political career? How you get into politics? Well, I was a cultural nationalist. Okay. I believed in Scottish identity and folk music and history, and I took a great interest in that. And gradually, I became more political as I got older. And the only way to protect that culture and also to decide our future for ourselves was to make the decisions for ourselves. So I got more politically active. Okay. He was a councillor for 16 years. 16 years as a Oh, councillor, that's really and then, okay. And then now 6 years so far at Okay. Westminster, and hopefully not too much longer, because I think we'll get a second independence referendum for Scotland, and I think this time we'll win. ഓക്കെ, ദാറ്റ്സ് കൂൾ. എന്തായാലും വലിയൊരു സന്തോഷമാണ്. നമുക്ക് ഇനി ഇരുന്ന് സംസാരിച്ചാലോ? എനിക്കിനി കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിക്കാനുണ്ട്. ശരിക്കും നിതിൻ ചേച്ചി ഞാൻ വിളിക്കുന്നില്ല, നിതിൻ ഞാൻ വിളിക്കാം. ഇവിടെ അങ്ങനെയാണല്ലോ, ഫോർമൽ ആണല്ലോ, അല്ല കാഷ്വൽ ആണല്ലോ, അല്ലേ? അപ്പോൾ ഞാൻ പണ്ട് ഡൽഹിയിൽ വെച്ചിട്ട് ഐ ഗോട്ട് എ ചാൻസ് ടു മീറ്റ് the French president, Emmanuel Macron, and I gave him a shake hand, and I made him to say hi to my camera, and that video is still there on my YouTube. അത് വലിയൊരു എന്താ പറയാ, ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്ക് കിട്ടിയത്. എനിക്കൊരു ഇൻവൈറ്റ് കിട്ടിയിട്ട് ഡൽഹിയിൽ അദ്ദേഹം വന്ന സമയത്ത് എനിക്ക് അവിടെ ഒരു ഈ കുറേ സ്റ്റുഡൻസ് ആയിട്ടുള്ളൊക്കെ ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്കൊരു ഇൻവൈറ്റ് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ദാറ്റ് വാസ് അറൗണ്ട് 3-4 years back. അപ്പോൾ I was not a student, but as an influencer I got a chance to go there. Okay, അങ്ങനെ പോയതാണ്. So that was a brilliant moment of my life. And പിന്നത്തെ കാര്യം എന്ന് പറയാനായിട്ട്, ശരിക്കും നമുക്കൊരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഒരു പ്രധാനമന്ത്രിയെ പോയി കാണാനോ, അല്ലെങ്കിൽ അത് പറ്റുമായിരിക്കാം, പക്ഷെ അത്ര റീച്ചബിൾ അല്ലല്ലോ. ശരിക്കും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വരികയാണ് അടിപൊളിയായിരിക്കും, അല്ലെ? ഇപ്പം നമ്മുടെ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ ഇപ്പൊ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലേ ടൂറിസം, അല്ലെങ്കിൽ ആളുകൾക്ക് എന്താണ് ആ ഒരു കൾച്ചർ ഈ പറഞ്ഞ പോലെ ചെയ്യാം. ഇപ്പൊ നമുക്കും എന്താ പറയാ, നിയമസഭയിലൊക്കെ പോയിരുന്ന് കാണുകയൊക്കെ ചെയ്യാമല്ലോ. നമ്മുടെ കേരള നിയമസഭയിൽ പോയിരുന്ന് നമുക്ക് സമ്മേളനം നടക്കുന്ന സമയത്ത് നമുക്ക് കാണുകയൊക്കെ ചെയ്യാം. അതെ, അപ്പൊ അത് കുറച്ചും കൂടെ ജനങ്ങളെ എന്താ പറയാ ജനകീയമാക്കുന്ന കുറെ കാര്യങ്ങളാണ് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ. ഇപ്പം നമ്മളിപ്പോൾ നോർമലി ഇപ്പം ഇവിടെ ഒരു റൂമിൽ നമ്മളിങ്ങനെ വന്നിരിക്കുന്നു. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, നമ്മൾ മാണി ഇവിടെ വന്ന സമയത്ത്, മാണി സാർ ഇവിടെ വന്ന സമയത്ത് UK പാർലമെന്റിൽ വന്ന് സന്ദർശിച്ചായിട്ട് നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ ആരാണ്, പൃഥ്വിരാജ്, യേശുദാസ്, ഇതൊക്കെ ശരിക്കും ഇപ്പം നമ്മളും വന്നിരിക്കുന്നു. സന്തോഷമാണത്. അപ്പൊ ഇതൊക്കെ ശരിക്കും എങ്ങനെയാണ് സാധിക്കുന്നത്? എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക?
സാധാരണ ഇപ്പം ഫോർ എക്സാമ്പിൾ യേശുദാസ് വന്നപ്പം യേശുദാസിനെ കൊണ്ടുവന്ന സ്പോൺസേഴ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്തു. അപ്പം അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തെ ആദരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പുണ്യാണ് അല്ലേ. അപ്പം മാർട്ടിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ അപ്പം നമ്മളാണ് അത് ഓർഗനൈസ് ചെയ്തത് ഇവിടെ. എന്നിട്ട് അപ്പം മാർട്ടിൻ MP can take book a room like this, you know. Only MP can or Lords can book. Yes. In House of Commons, in this common area, only MP can, right? Yeah. Well, no, the Lords could book this room Okay. as well. Okay. അപ്പം MP യോ ലോർഡോ ആണെങ്കിൽ അവർക്ക് ബുക്ക് ചെയ്യാം. എന്നിട്ട് അവർക്ക് ഇതുപോലെ ഇൻവൈറ്റ് ചെയ്യാം ആൾക്കാരെ. കോവിഡ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് എത്ര ഇപ്പം സുജിത്ത് ഉണ്ടായപ്പോൾ ഒത്തിരി പേര് വരുമായിരുന്നു. ബിക്കോസ് സോ മെനി പീപ്പിൾ ആസ്ക് മീ ലൈക്ക് ഇഫ് ദേ കുഡ് കം വിത്ത് യു. അത് മാത്രമല്ല സുജിത്തിനെ പോലെയുള്ള സെലിബ്രിറ്റീസ് വരുമ്പം അവർക്ക് കൂടെ നിൽക്കുക എന്ന് പറയുന്നത് മലയാളികൾക്ക്, ഇവിടെയുള്ള മലയാളികൾക്ക് ഒരു വലിയ കാര്യമാണല്ലോ. അപ്പം അങ്ങനെയാണ് സാധാരണ ഇതിന്റെ പ്രൊസീജിയർ നടക്കുക. ഇപ്പം നമ്മുടെ അടുത്ത് ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മൾക്ക് ഒരു മലയാളി വരുമ്പോൾ നമുക്ക് എന്തും കൊടുക്കാൻ പറ്റുന്നു. ഇത് ഒത്തിരി നാളൊന്നും ഉണ്ടാവില്ലല്ലോ, എത്ര നാളാന്ന് നമുക്കറിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാം. പിന്നെ ഇവിടെ നോർമലി ഇപ്പൊ നമ്മൾ കണ്ടു പച്ച സീറ്റ്, ചുമന്ന സീറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ പച്ച സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോക്സഭ പോലെ എലക്ടഡ് മെമ്പേഴ്സ്, ചുമന്ന സീറ്റിലുള്ള മറ്റ് സഭ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യസഭ പോലെയുള്ള നോമിനേറ്റഡ് മെമ്പേഴ്സ് അല്ലെ, അങ്ങനെയാണോ? They are not just nominated, but like they have to be approved by the Queen, right? The House of Lords is. I'm not a fan of unelected chambers, but the House of Lords is an unelected chamber. Now, most of the members are members for life, and they get appointed basically by the Prime Minister of the day, and there is a sort of mechanism for approving them, but in any stretch democratic. Okay. There's a small number of the Lords, though, who are not there because they've been appointed for life. They're hereditary. ഇനി ഞാൻ ഇവിടുത്തെ കുറച്ച് പൊളിറ്റിക്കൽ ഒരു സിസ്റ്റത്തെ പറ്റി ഒന്ന് ചോദിച്ചോട്ടെ. അതായത് ഇപ്പം UK എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് മനസ്സിലായത് ഇംഗ്ലണ്ട് ഉണ്ട്, നോർത്തേൺ അയർലൻഡ് ഉണ്ട്, അതേപോലെ തന്നെ സ്കോട്ട്ലൻഡ് ഉണ്ട്, വെയിൽസ് ഉണ്ട്. ഈ 4 ടെറിട്ടറീസ് എന്നല്ലേ പറയുക ശരിക്കും? കൺട്രീസ് തന്നെയാണോ? 3 countries and 1 principality. Yeah. Wales was considered a principality. Okay. And the other 3 were kingdoms. So in this building, and unfortunately we won't be able to go into the sections where you can see this, but in this building there's lots of heraldry, and the heraldry is from the 3 kingdoms. There's no heraldry from the principality. So the Welsh have a beef about that. Okay. Should have. അപ്പം ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇവരുടെ എല്ലാ ഈ സ്ഥലങ്ങളിലെ എല്ലായിടത്തു നിന്നുള്ള MP-മാർ ഇവിടെയാണ് വരുന്നത്. ആൻഡ് ഇവരെല്ലാരും കൂടെ സെലക്ട് ചെയ്താണോ ബോറിസ് ജോൺസൺ വരുന്നത്? അങ്ങനെയാണോ? നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മെജോറിറ്റി ആയിട്ടുള്ള പാർട്ടിയിലെ ലീഡർ ആയിരിക്കും പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത്. ഞാൻ ചോദിക്കുന്നത് ശരിയാണെന്ന് അറിയില്ല, പക്ഷെ എന്നാലും ഞാനത് ചോദിക്കാം. ഞാൻ നോർത്തേൺ അയർലൻഡിൽ പോയപ്പോഴത്തേക്കിനും ടൈറ്റാനിക് മ്യൂസിയത്തിലൊക്കെ പോയപ്പോഴത്തേക്കിനും അവര് ഭയങ്കരമായിട്ടുള്ള കുറെ പ്രൊട്ടസ്റ്റുകളൊക്കെ കണ്ടിരുന്നു. ലൈക്ക് വി വാണ്ട് ഫ്രീഡം, ഈ പറഞ്ഞ പോലെ ഇംഗ്ലണ്ട് ഈസ് അവർ എനിമി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു. I think locally നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും when we mingle with locals, everybody wants, when Scotland wants to be an independent country, Ireland wants to be Northern Ireland wants to be an independent country. No, Ireland is already an independent country. Northern Ireland, yeah. No, not Northern Ireland. Ireland, Republic of Ireland. So Northern Ireland decided to be part of Union at that time, right? No, 1921, 100 years ago, they partitioned Ireland after the sort of the fighting for independence that took place, and Northern Ireland stayed part of the UK. There's a growing body of people there who want a border now. Yeah. Okay. That's what you heard when you were there. That's right. പക്ഷെ എന്നാലും ആളുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭിന്നിപ്പ് എപ്പോഴും ഉണ്ടല്ലേ, ഈ പറഞ്ഞ പോലെ ഒരു വേണ്ടെന്നൊക്കെയുള്ള രീതിയിൽ ഉണ്ട്, ഇല്ല എന്നുള്ള രീതിയിലുണ്ടല്ലേ. സ്കോട്ട്ലൻഡ് ഉടനെ തന്നെ റെഫറൻഡം ഉണ്ടാവുമായിരിക്കും, ഇൻഡിപെൻഡൻസിന്റെ റെഫറൻഡം. അപ്പം റൈറ്റ് ഓർ നോട്ട്, ലൈക്ക് വി വിൽ ഹാവ് ആൻ ഇൻഡിപെൻഡൻസ് റെഫറൻഡം സൂൺ. അപ്പൊ UK ഭാഗം അല്ലാണ്ടാവും അന്നേരം സ്കോട്ട്ലൻഡ്, അങ്ങനെയാണോ? അതോ നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത്. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ റെഫറൻഡം ആയിട്ട് നമ്മുടെ മാർട്ടിൻ ബേ അവിടുത്തെ പ്രസിഡന്റ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഓൾ ദി ബെസ്റ്റ്. നോ ജസ്റ്റ് ജോക്കിംഗ്, ഓക്കേ. ഐ ആം ജസ്റ്റ് ജോക്കിംഗ്, ഓക്കേ. ഇതൊക്കെ വെറുതെ തമാശക്ക്. അത് മനസ്സിലായി. So you learn Malayalam? I've tried learning Malayalam, but I've not succeeded yet. I've got a few words, but no sentences. And Nidhin taught me the alphabet,
So I can write letters, but that's not very helpful in conversation. Scottish അമ്മായിയമ്മ അമ്മായിപ്പനൊക്കെ എങ്ങനെയുണ്ട്? They're How is that life? it's Something nice. different, right? No, actually, they're just like my parents. Yeah, they just looked after me throughout. Because I was going through a lot of bad times when I met them. My mother-in-law looked after me just like my mother. Okay, that's cool. So how many times you went to Kerala? I've only been once. Once? I got there in 2018, just after the terrible flooding. So I saw all of that. We were very keen to go back, and then we had the collapse of the government here in the snap election. Okay. And then after that, we went into COVID. So I'm looking forward to when I can get back. Okay, അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഒന്ന് കൊണ്ടുപോകണം കേട്ടോ. Discover the inner workings of UK Parliament and immerse yourself in the fascinating history of this world famous building. ഈ കാണുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇത് അവൈലബിൾ ഉള്ള ദിവസങ്ങൾ നോക്കി ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാർലമെൻറ്റിൻ്റെ മന്ദിരത്തിലൊക്കെ വന്ന് കയറി കണ്ടിട്ടൊക്കെ പോകാം. നമ്മളിപ്പോൾ കയറി വന്നിട്ട് ഈ വെസ്റ്റ്മിനിസ്റ്റർ ഹാളിൽ കയറി, അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലത്തുള്ള ഈ മുറിയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന പച്ച കളറിലെ ഹൗസ് ഓഫ് കോമൺ ചേംബേഴ്സ് ആണ് ഇവിടുത്തെ ലോക്സഭ. ഈ കാണുന്നതാണ് ഇവിടുത്തെ രാജ്യസഭ പോലത്തെ സംഭവം, ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു റോയൽ ഗാലറി, റോബിംഗ് റൂം. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു ഫണ്ണി ഫാക്ട് ഞാൻ കേട്ടെന്താന്ന് വെച്ചാൽ, ഇവിടെ മൊത്തം എത്ര എം പിമാരുണ്ട്? 650. 650 MP ഹൗസ് ഓഫ് കോമൺസിൽ ഉണ്ട്. അവിടെ എത്ര സീറ്റ് ഉണ്ട്? Nearly 450. നിയർലി 450. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നിലത്തിരിക്കുമെന്ന്. ഫുൾ സഭയെ കൂടുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം പ്രൈം മിനിസ്റ്റർ സ്റ്റേറ്റ്മെന്റ്, പ്രൈം മിനിസ്റ്റേഴ്സ് ക്വസ്റ്റ്യൻ ടൈം എല്ലാ വെനസ്ഡേ 12 o'clock ഉണ്ടാവും. അപ്പം ഏതാണ്ട് മാക്സിമം MP വരാറുണ്ട്, കോവിഡ് അല്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ. അപ്പം സംടൈംസ് യു ക്യാൻ ഈവൻ സീ മിനിസ്റ്റേഴ്സ് ആ സ്റ്റേഴ്സിൽ ഇരുന്ന്, അതായത് നിലത്തെ സ്റ്റേഴ്സിൽ ഇരിക്കുന്ന കാണാൻ പറ്റും. Why the government is not trying to expand it or create a new one or something? Is it because they wanted to preserve the history or something like that? It has a historical connection. The chamber got bombed during the Second World War, and the MPs had to meet in the Lords, and the Lords then met in the Lords Gallery, I think. Okay. Further out. So they all moved around. When it was rebuilt after the war, Churchill was the Prime Minister at the time, and he liked the adversarial style of politics. He was not a consensual type politician. So he wanted to keep the chamber small, so it was more of a bear pit for folk arguing in, and that's why to this day there's fewer seats in. Okay. അപ്പോൾ ഇവിടെ ഫിക്സഡ് സീറ്റ്സോ അല്ലെങ്കിൽ എങ്ങനെ ഇവര് സീറ്റ് പിടിക്കുന്നത് എങ്ങനെയാ? 650 seats അല്ല, ഇവിടെ സീറ്റ് ഇപ്പൊ ഞാൻ വന്നു, എനിക്ക് അകത്തിരിക്കണം, എന്ത് ചെയ്യും? എനിക്ക് സീറ്റ് കിട്ടണം, എന്ത് ചെയ്യും? നേരത്തെ വന്നിരിക്കണം. MP ആണെങ്കിൽ മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റൂ. MP ആണെങ്കിൽ എങ്ങനെ സീറ്റ് കിട്ടും? സുജിത്ത് MP ആണെങ്കിൽ സുജിത്തിന് അന്ന് അവിടെ സംസാരിക്കാനുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, അത് നമ്മൾ ക്വസ്റ്റ്യൻ ഇത് വരുമല്ലോ രാവിലത്തെ പേപ്പറിൽ വരുവാണ്. ആ പേപ്പർ കാണിച്ചു, ദിസ് ഇസ് ടുഡേസ് പേപ്പർ, റൈറ്റ്? ഇതാണ്. ഇതിപ്പോ if you want you can take it, okay? Summary agenda ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ? Okay. So in that, like, there will be questions, like, so your name will be there and you will have questions. Yeah. Okay. Prayers ഉണ്ടാവും എല്ലാ ദിവസവും. പ്രേയേഴ്സിന് മുമ്പേ നമ്മൾ അവിടെ കണ്ട ഒരു പച്ച ചെയറില്ല, ആ പച്ച ചെയറിന്റെ അവിടെ ഒരു നെയിം ഇത് കണ്ടില്ലേ? അപ്പൊ പ്രേയേഴ്സിന് മുന്നേ നമുക്കൊരു പ്രേയർ കാർഡ് ഉണ്ട്. ആ കാർഡ് കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുവയ്ക്കുക. നമ്മൾ തന്നെ കൊണ്ടുവയ്ക്കണം. ഞാൻ MP ആണ്, എനിക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഇയാൾ MP ആണ്, ഇയാൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. എന്നിട്ട് അയാൾ അത് കളക്ട് ചെയ്ത് അയാൾ അവിടെ കൊണ്ടുവയ്ക്കണം. അന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. ബിക്കോസ് നമ്മുടെ പേര് ഉള്ള ഒരു സ്ഥലം നമുക്ക് ഇരിക്കാനുണ്ടെങ്കിൽ മാത്രമാണ് അന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഈ 650 പേരും കൂടെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് കിട്ടിയെന്ന് വരില്ല. എവിടെയെങ്കിലും നിന്നുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. ഇരിക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ അതിന്റെ നേരെ അവിടെ ഇനി സ്പീക്കർ ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ കെട്ടിത്തൂക്കി കിടക്കുന്ന മാതിരിയാണ് കിടക്കുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രയറിന് മുന്നിൽ കാർഡ് രാവിലെ തന്നെ വന്നിട്ട് ഫസ്റ്റ് കം അത്ര പേര് വെക്കില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നമ്മൾ പേര് കഷ്ടപ്പെട്ട് രാവിലെ വെളുപ്പം കാലത്തെ വന്നിട്ട് ഈ കാർഡും എടുത്തിട്ട് വെക്കാൻ പോകുന്നില്ലല്ലോ. വി വിൽ ഹാവ് ലോട്ട് ഓഫ് മീറ്റിംഗ്സ് ഇൻ ദ മോർണിംഗ്, സോ ഈ മീറ്റിങ്ങുകളൊക്കെ എല്ലാം ഒഴിവാക്കിയിട്ട്, അതായത് ഈ വെസ്റ്റ്മിനിസ്റ്റർ പാലസ് എന്ന് പറയുന്നത് നമ്മൾ മാർട്ടിന്റെ ഓഫീസ് എന്ന് പറയുന്നത് 10 മിനിറ്റ് ദൂരെയാണ്, അങ്ങേയറ്റത്ത്, പാലസിന്റെ അങ്ങേയറ്റത്താണ്. പാലസിന്റെ ഇങ്ങേയറ്റത്ത് വരെ വരണമെങ്കിൽ 10 minutes നമ്മുടെ പോകും. അതേസമയം നമ്മുടെ മീറ്റിംഗ് സമയങ്ങളും നമ്മുടെ പ്രിപ്പറേഷൻ ടൈമുകളൊക്കെ അല്ലേ പോകണം. അപ്പം നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ വിൽ നോട്ട് ടേക്ക് ദാറ്റ് എഫേർട്ട്, അല്ലേ? ആ എഫേർട്ട് ഇടണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കണം. നമ്മൾ വന്ന് ഇത് ചെയ്യും.
MP എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കസേര നമ്മൾ കൊണ്ടുപോകണം, പേര് നമ്മൾ വെക്കണം, പേര് നമ്മൾ കൊണ്ടുവയ്ക്കണം, കസേര നമ്മൾ കൊണ്ടുപോകണം. ഇവിടെ മറ്റേ കസേര വലിച്ചെറിയലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടോ? കസേര പിടിപ്പിച്ചു വെച്ചേക്കണോണ്ട് അവർക്ക് എടുത്തെറിയാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല. ഉണ്ടാകുന്ന ചെയ്താനല്ലേ? നേരത്തെ വന്നിട്ടേ ഷൂ വെച്ചിട്ട് സ്ഥലം പിടിക്കാൻ പറ്റുമോ? മറ്റേ ടവലിട്ടിട്ട് തോർത്തിട്ട് കർച്ചീഫ് ഇട്ടിട്ട് നമ്മള് ടവല് പിടിക്കുന്ന പരിപാടി. ടവലിന് പകരമാണ് ഈ ചെറിയ കഷ്ണം പേപ്പർ വെക്കുന്നത്. എന്താ അവസ്ഥ? You'll see a change. Okay. If you watch for a few seconds, something will light up or unlight. Oh, that's what you told me. Okay, fine. അതായത് ഇവിടെ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു, എങ്ങനെ? When was it? 1928. ആണോ? Votes for women. Yeah. Oh, that's it ശരി. started in 1918. ഓക്കെ, പിന്നീട് അത് നിയമമായി വന്ന് സാധാരണക്കാരായ സ്ത്രീകൾക്ക് അന്ന് വോട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ സാധാരണക്കാരായ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയത്, എനിക്ക് കറക്റ്റ് ഡേറ്റ് അറിയില്ല, 1930s ഓ സാധാരണക്കാരായ മനുഷ്യർക്കും, അതായത് കോമണേഴ്സിനും സ്ത്രീകൾക്ക് വോട്ട് കിട്ടിയത്. ഓ അത് ശരി. സ്ത്രീകൾക്ക് ആദ്യമായിട്ടൊരു വോട്ട് കിട്ടിയത് 1918 എൻ്റെ വിശ്വാസം. ഓ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇവിടെ? അത് കഴിഞ്ഞിട്ട് അതിന്റെ 100ാം വാർഷികത്തിനാണ് അതിന്റെ പ്രതീകമായിട്ടാണ് what is it called, the new dome. Okay. Yeah, see this is what it is. So if you go through all these things you will be able to know. Okay. See. ഓ ഇതിൽ എഴുതിയിട്ടുണ്ട് കുറെ സംഭവങ്ങൾ. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊന്ന് ഇവിടെ പോസ് ചെയ്തിട്ട് വായിക്കാം. ഇത് ശരിക്കും ഒരു റിയൽ കൊട്ടാരമാണ് കേട്ടോ. ഇതായിരുന്നു ചാപ്പലായിരുന്നു എന്ന് പറഞ്ഞത്. എവിടെയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ പാർലമെന്റ് കൂടിക്കൊണ്ടിരുന്നത്? ഇതിനകത്തോ? ഇതിനകത്ത്. ഓ അത് ശരി. ഓക്കെ. എൻ്റെ ദൈവം, എന്ത് സ്ഥലമാണല്ലേ. ഈ പെയിന്റിങ്സ് ഒക്കെ ഇവർ ആക്ച്വലി പ്രിസർവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തെ കഫറ്റീരിയയിൽ വന്നിരിക്കുകയാണ്. ഇവരുടെ കഫറ്റീരിയ ആണിത്. ഇവരുടെ കഫറ്റീരിയ ആണ്. ഇവിടെ ഇതേണ്ട ഫുഡാണ്. ഇത് ഫുൾ ബൊഫേ ആണല്ലോ. അപ്പോൾ ഇവരൊക്കെ ഇതിനകത്ത് വന്നിട്ട് പൈസ കൊടുത്ത് കഴിക്കണം. പക്ഷെ വലിയ ഗതിയൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഉണ്ടോ? അത്രയ്ക്കൊന്നുമില്ല ആണല്ലേ? ഓക്കെ. ഇവിടെ കണ്ടില്ലേ ഇതാണ്ട്. അപ്പം പാർലമെന്റിൽ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കൂ. ചിക്കൻ, പിന്നെ ഇതെന്തോ ഒരു ടൈപ്പ് റൈസാണ്, പിന്നെ എന്തൊക്കെയോ ചാറും സംഭവങ്ങളും, പിന്നെ സ്പഗത്തി, പാസ്ത, ഹോൾ ഗ്രെയിൻ പെന്നെ പാസ്ത ഉണ്ട്, പിന്നെ ലങ്കാഷെയർ ഹോട്ട് പോട്ട് ഉണ്ട്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, കോളിഫ്ലവർ ലീക്സ്. എന്താണ് ബ്രോ? ഫ്രൂട്ട് സലാഡോ? എന്തെങ്കിലുമൊക്കെ മതിയെന്നേ. ഇത് ആക്ച്വലി ബ്രെഡ് ആൻഡ് ബട്ടർ പുഡിംഗ് ആണ്. ഇതിൻ്റെ തൊട്ടുപുറയിൽ തന്നെയാണ് ഇവരുടെ കിച്ചണും മറ്റൊക്കെ വരുന്നത്. പിന്നെ കോക്ക്, ഡ്രിങ്ക്സ്, ഇങ്ങനെ സാധനങ്ങളൊക്കെ, ഫ്രൂട്ട് സലാഡ്, പിന്നെ വെജിറ്റബിൾ സലാഡ്, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ UK പാർലമെന്റിൽ വന്നിട്ട് ഇവിടുത്തെ എന്താ പറയുക റെസ്റ്റോറൻറ്റിലെ കിട്ടുന്ന ഫുഡ് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബ്ലോഗറായിട്ടുള്ള സുജിത് ഭക്തൻ. ശരിക്കും ഇന്ത്യ എന്നുള്ള ആദ്യത്തെ ബ്ലോഗറായിരിക്കും ഞാനല്ലേ? അതായത് UK പാർലമെന്റ് സന്ദർശിച്ച ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ബ്ലോഗറായിരിക്കും ഞാൻ. നമുക്ക് ശരിക്കും നന്നായിട്ട് തള്ളി മറിക്കാൻ സഹബ്ലോഗർമാരും ഉണ്ട്. മനസ്സിലായി. 2 സഹബ്ലോഗർമാരും ഉണ്ട്. നന്നായി തള്ളി മറിച്ചിട്ടേക്കാം. ഒരു MP അവസ്ഥ കണ്ടോ? ഇവിടെ വന്നിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് പുള്ളി അവിടെ പോയിട്ട് പുള്ളി തന്നെ അവിടെ പേയ്മെന്റ് ഒക്കെ കൊടുത്ത് കാശൊക്കെ കൊടുത്ത് നമ്മൾ വാങ്ങിച്ച കൊക്കക്കോള വരെ പുള്ളി കൊണ്ട് കാശ് കൊടുത്ത് കൊടുക്കാണ്. ഡിസ്കൗണ്ട് പോലും ഇല്ല. ഞങ്ങൾക്ക് കഥ തുറന്നായിരുന്നു. ഞങ്ങളെല്ലാവരും കയറി ഇറങ്ങി വരുന്നവരെ കഥ തുറന്ന് പിടിക്കുന്നു. ശരിക്കും ഇത് MP തന്നെയാണോ? ഇങ്ങനെയൊക്കെയാണോ ഇവിടെ? നമ്മൾ കണ്ടിട്ടുള്ള MP-മാരും മന്ത്രിമാരും ഒക്കെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള MLA-മാരൊക്കെ എന്ന് പറയുന്നത് ഫുള്ള് സ്റ്റേറ്റ് കാറി കറങ്ങി നടക്കുന്നു. അങ്ങനെയൊക്കെയല്ലേ? ഞാൻ ശരിക്കും പോകുമ്പോൾ എനിക്കിപ്പോൾ ശരിക്കും എന്താ ഓർമ്മ വരുന്നത് അറിയാമോ? നമ്മള് ഇതിനു മുമ്പ് ഒരു MP-യുടെ കൂടെ നമ്മൾ പോയതാ ഇടമലക്കുടിയിൽ. ആ വീഡിയോ വൻ വിവാദമായിരുന്നു. സ്കോട്ട്ലൻഡിൽ നമുക്കൊരു വിവാദം ഉണ്ടാക്കണോ നിതിൻ ചേച്ചി? UK-യിലൊരു വിവാദം. MP-മാർ അവിടെ പോയ വീഡിയോസ് എല്ലാം വിവാദമായിട്ടുണ്ട്. അപ്പോൾ ഇനി സ്പൂണും സംഭവങ്ങളൊക്കെ വേറൊരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ തന്നെ പോയിരുന്ന് എവിടെയാണെന്ന് വെച്ചാൽ കഴിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ തന്നെ ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണം. ഞങ്ങൾ ഇതും കൊണ്ട് എങ്ങോട്ടോ കൊണ്ടുപോവാണ്. ഇതും കൊണ്ട് പുറത്തേക്ക് പോകാമെന്നാണ് പറയുന്നത്. അകത്തിരുന്ന് കഴിക്കുന്നില്ല, പുറത്തേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത്. നിധി ചേച്ചി പാവം ഇന്ന് രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാ. ആണോ? ഇതാണ് മാർട്ടിൻ. നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പുള്ളി വർക്ക് ചെയ്യും ഇടയ്ക്ക്. പുള്ളിയുടെ മെസ്സേജുകളും സാധനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് വായിച്ചുകൊണ്ടിരിക്കും. This is one of the best time which I enjoyed in this UK trip.
And I'm not getting words to describe my happiness. Sitting in the prestigious place and the historic river, and you can see the London Eye from the behind. And sitting with you guys, with my friends, I'm blessed today. Very exciting. Really blessed. Thank you so much for this opportunity. Very much. അപ്പം നമുക്ക് കോക്ക് കുടിക്കാം അല്ലേ? സ്പീക്കേഴ്സ് റെസിഡൻസ് ആണ്. എവിടെ സ്പീക്കർ താമസിക്കുന്ന സ്ഥലമോ? പുള്ളി ഇവിടെയാണ് താമസിക്കുന്നത്? പുള്ളി ഇതിനകത്താണ് താമസിക്കുന്നത്. അത് ശരി. അത് കൊള്ളാലോ. നമ്മൾ ഈ പുറപ്പെടാ ശാന്തി പോലെയാ ശബരിമല പോകുന്ന പുറപ്പെടാ ശാന്തി ഇല്ലേ അതേപോലെയാ? നമ്മുടെ അവിടുത്തെ സ്പീക്കറും അസംബ്ലിയിലെ സ്പീക്കർ ഓൾസോ ലിവ്സ് ഇൻസൈഡ് ദ അസംബ്ലി. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. അങ്ങനെയാണോ? അവർക്ക് വേറെ മണിമാളികളൊക്കെ ഉണ്ടാവില്ലേ? ഇത് ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നു, അവര് മണിമാളിക താമസിക്കുന്നു. അത്രയുള്ള വ്യത്യാസം. ഇപ്പൊ നിങ്ങള് സ്കോട്ട്ലൻഡിലല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇപ്പം ലണ്ടനിൽ ഇവിടേക്ക് വന്നു പോകാനായിട്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും MP അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ട്രാവല്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഗസ്റ്റ് ഹൗസുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ MP ക്കൊക്കെ? ഇവിടെ ഒരു ഇത്ര ഫണ്ടിങ് ഉണ്ട് എംപിക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് എംപിക്ക് എംപിയുടെ സ്വന്തം വീടാണെങ്കിൽ കൊടുക്കില്ല ആ ഫണ്ട്. നമ്മൾ റെന്റിന് എടുക്കണം. എന്നിട്ട് ആ റെന്റിന് എടുക്കുന്ന ലാൻഡ് ലോഡിനായിരിക്കും ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് പാർലമെന്ററി അതോറിറ്റി എന്ന് പറയുന്ന ഒരു അതോറിറ്റിയാണ് ഈ MP-മാർക്കെല്ലാം സാലറി എല്ലാം കൊടുക്കുന്നത്. ശരി. അപ്പം നോർമലി ഇവിടെ എങ്ങനെയാണ് MP-മാരുടെ സാലറി ഒക്കെ? I think it is 74,000 or something. Yeah, about something like that. Yeah. Pound. മന്ത്ലി ആണോ ആനുവലി ആണോ? ആനുവലി. ഓ, ഞാൻ വെറുതെ ആഗ്രഹിച്ചു. അതിനകത്തുനിന്ന് 40% more than 40% ടാക്സ് പോകും. ശരി, അങ്ങനെയാണ് പരിപാടി അല്ലേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് കഴിച്ച വേസ്റ്റ് സാധനങ്ങളെല്ലാം സ്വന്തമായിട്ട് തന്നെ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിട്ട് വരുന്ന എന്റെ അടുത്തും കൂടി മേടിച്ചിട്ട് പുള്ളി അത് വേസ്റ്റിലേക്ക് പോയ കാത്തോട്ടെ. ഈ കൊടും തണുപ്പത്ത് ഞങ്ങളിവിടെ പുറത്തിരുന്ന് തണുത്ത കൊക്കക്കോളയും ഫുഡും ഒക്കെ കഴിച്ച് ഇനി നമുക്ക് അകത്തേക്ക് പോവാം. നമ്മൾ ഇത്രയും പാർലമെന്റിൽ വന്നിട്ട് പാർലമെന്റിലെ കക്കൂസ് കാണിച്ചില്ലേ? മോശമല്ലേ അല്ലേ? കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പാർലമെന്റിലെ ഈ പറഞ്ഞ പോലെ വാഷ്റൂം. ഞങ്ങളൊന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അതാണ്. ഞങ്ങളിവിടെ ഫുള്ള് ടൂറൊക്കെ തന്നു, ഒരു പ്രൈവറ്റ് ടൂറൊക്കെ തന്നു. നമ്മൾ ഇവിടെ കുറേ നേരം സംസാരിച്ചു, ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഒരു സംശയം. നമ്മുടെ മാർട്ടിൻ ചേട്ടനെ കണ്ടാൽ നമ്മുടെ ഇന്നസെന്റിന്റെ ഒരു ചെറിയ ഫേസ് കട്ടൊക്കെ ഇല്ലേ? ഓക്കെ, ഇല്ല എനിക്ക് എവിടേക്കും എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? എന്തായാലും വളരെ സന്തോഷമുണ്ട് ശരിക്കും നിതിൻ ആൻഡ് Martyn, Mr Martyn. Like, I don't know. I'm not getting any words to describe my happiness. I'm so happy. It's a privilege. We are glad that you're happy. Yeah, we very much. Do much, Sorry about that. COVID restrictions ഉള്ളത് കൊണ്ട് we can do much. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുപേരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഗ്യാതറിംഗ് പോലെയൊക്കെ അങ്ങനെ ചെയ്യാം സെലിബ്രിറ്റീസ് ഒക്കെ ഇവിടെ വരുമ്പോൾ. But we couldn't do that for you. Really sorry. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ഇതുപോലെ ആക്ച്വലി ഇഫ് യു ഹാവ് എനി കോൺടാക്ട്സ് വിത്ത് എനി MP ഓർ സംതിങ് അല്ലേ, ഇങ്ങനെയുള്ള വിസിറ്റുകളൊക്കെ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ തന്നെ ആസ് എ ടൂറിസ്റ്റ് യു ക്യാൻ കം ടു ദിസ് പ്ലേസ്. നിങ്ങൾക്ക് ഈ സ്ഥലങ്ങൾ വരാം, കാണാം, അങ്ങനെയാണെങ്കിലും ചെയ്യാം. ശരിക്കും ഇതിനകത്തൊക്കെ പോയപ്പോൾ ഉണ്ടല്ലോ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തോ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മൈസൂർ പാലസ് മാറി നിൽക്കുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ, ഇന്റീരിയറിലൊക്കെ കുറേ സ്ഥലങ്ങൾ. പാലസ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി പാർലമെന്റിൽ ഇവരുടെ സഭ കൂടുന്ന ആ സ്ഥലം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അത് കാണാൻ പറ്റുമല്ലേ ശരിക്കും? സഭ കൂടുന്ന സമയത്ത് പറ്റാത്തത്. സഭ കൂടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ വന്ന് കാണാം. കൂടുന്ന സമയത്ത് നമുക്ക് മുകളിൽ ഗാലറിയിൽ പോയിരുന്ന് കാണാം, സാധാരണ നാട്ടിലെ പോലെ. സഭ ഇല്ലാത്ത സമയത്ത് നമുക്ക് ആക്ച്വലി അകത്തോടെ നടന്ന് ഇവരിയ്ക്കുന്ന സ്ഥലങ്ങളും എല്ലാം we can walk inside when there is no session, right? Yes. Okay, anyway, thank you so much. All the best. Good. And thank you so much again for this wonderful opportunity. അപ്പോൾ ഒന്നും പറയാനില്ല. എന്തിനും പറയണ്ടോ? ഒന്നും പറയില്ല. വളരെ എക്സൈറ്റഡ് ആണ്. ഇത് ഞാനൊരു സുവനീർ ആയിട്ട് ഇങ്ങനെ മാറ്റിയെടുത്ത് വെക്കും. ശരിക്കും ഇവിടെ വരുമ്പോൾ ഒരു സുവനീറൊക്കെ വാങ്ങേണ്ടതാണ്. നമ്മൾ കോവിഡ് അല്ലാത്ത സമയത്തായിരുന്നെങ്കിലും മെയിൻ എൻട്രൻസിൽ കൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് വെച്ചിട്ടുള്ള സാധനമൊക്കെ കിട്ടിയാനേന്ന് പറഞ്ഞു അല്ലേ? ഡേർബി ഗേറ്റിലുള്ള. അപ്പോൾ ഇനി ഞാൻ വരുമ്പോൾ എനിക്ക് അതുപോലെ ഒരു സംഭവം റെഡിയാക്കി തരാം.
അപ്പോൾ ശരി, താങ്ക് യു മാർട്ടിൻ. താങ്ക് യു. പോവാം. അപ്പോൾ നമ്മുടെ മാർട്ടിൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഇമെയിൽ ID-യിലോ അല്ലെങ്കിൽ ഈ കാണുന്ന ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഈ വെബ്സൈറ്റിലോ ഫോൺ നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താ പരിപാടി ഇനി? നമ്മള് മാർട്ടിന്റെ ഓഫീസിൽ തിരിച്ചു പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് വീട്ടിൽ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ ബിൽഡിങ്ങിന്റെ പുറത്തിറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ MP-യുടെ കാറൊന്നും ഇല്ലേ? ഇല്ല, നമുക്ക് കാറൊന്നുമില്ല. ഇല്ല, ഇവിടെ അങ്ങനൊന്നും ഇല്ല. ഇവിടെ അപ്പൊ നിങ്ങൾ എങ്ങനെ ഇപ്പൊ പോകുന്നേ? ഞങ്ങള് ബസ് പിടിച്ചു പോകും. ആണോ? അത് കട്ട് ചെയ്തോ മോശ. ഈ UK എന്ന് പറഞ്ഞ ഈ വലിയ മഹാരാജ്യത്ത്, ഇത്രയും കാശുള്ള ഈ രാജ്യത്ത് MP-ക്ക് ഒരു കാർ കൊടുക്കാനില്ല? അങ്ങനെയാണോ? കാർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ആവശ്യത്തിനുള്ള സാലറി തരുന്നുണ്ടല്ലോ. അങ്ങനെയാ? ഇത് ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാന്നും പറഞ്ഞ് നമ്മള് കാല് പിടിച്ച് വോട്ട് മേടിച്ചിട്ടല്ലേ MP ആയത്. അടിപൊളി, നിങ്ങളെ സമ്മതിച്ചേട്ടോ ഞാൻ എന്തായാലും. അഗൈൻ അപ്രീഷിയേറ്റ് ആൻഡ് പ്ലഷർ മീറ്റിംഗ് യു. സീ അഗൈൻ. അപ്പൊ നിങ്ങൾ ബസ്സിൽ കയറി പോക്കോ. ഞങ്ങൾ ഇവിടുന്ന് ലണ്ടൻ ടാക്സി കയറിയിട്ട് ഞങ്ങൾ ലണ്ടൻ നഗരത്തിലേക്ക് ഒന്ന് പോവാം ഫോർ എ നൈറ്റ് ഡ്രൈവ്. ഓക്കെ, ബൈ. സംജിത് ഭായ്, ശരിക്കും MP എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വലിയ കാറിലൊക്കെ വന്ന് ഇറങ്ങി നമ്മളെ വരവേൽറ്റ് അകത്തോട് കൊണ്ടുപോയി. ശരിക്കും ഇവരെന്ത് സിമ്പിളല്ലേ. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു MP ഒക്കെ ആവാനുള്ള കഷ്ടപ്പാടാണ് മോനെ, MP കഷ്ടപ്പാടാണ് മോനെ. എന്തിനും പറയാണ്ടോ? നിങ്ങള് MP ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ സപ്പോർട്ട്. അല്ല, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ അറിയോ, പുള്ളി എന്ത് സിമ്പിളാണ്, എന്ത് ഹമ്പിളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ നെവർ എക്സ്പെക്ടഡ് സംതിങ് ലൈക്ക് ദിസ്. എന്നാലും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇനി ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. എന്താന്നല്ലേ, കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ മുമ്പിൽ കാണുന്നത് UK പാർലമെന്റ് ആണ്. ഈ പാർലമെന്റ് കെട്ടിടത്തിലാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ പോയിട്ട് ഇറങ്ങി വന്നത്. ആ പാർലമെന്റ് കെട്ടിടത്തിന്റെ തൊട്ട് മുമ്പിലായിട്ട് ഇവിടെ നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ഒരു പ്രതിമയുണ്ട്. ഇത് ആരുടേതാണെന്ന് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണ് ഈ കാണുന്നത്. ഷംജിത് ഭായ് ഇടയ്ക്കിടയ്ക്ക് ഗാന്ധി ജയന്തി ദിവസത്തിൽ ഇവിടെ വരാറുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലേ? എന്തായാലും രാത്രി സമയത്താണ് ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. എന്തായാലും നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്റ്റാച്യു എവിടെ നേരെ നമ്മുടെ UK പാർലമെന്റിന്റെ മുമ്പിൽ. അതൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ എനിക്ക്. എന്തായാലും ഒരു ബ്ലസ്ഡ് മൊമെന്റ്, ഒരു ബ്ലസ്ഡ് ഡേ. നമ്മുടെ UK യാത്രയുടെ ആ ഒരു അവസാന നിമിഷത്തിൽ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ ലഭിച്ചതിൽ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.